ഓട്സ് പായസം. ഓട്സ് പശുമ്പാലിൽ ഓട്സ് പാൽപ്പായസം എന്ന് വേണേൽ പറയാം. ഇതുണ്ടാക്കിയതിൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പാല് തിളപ്പിക്കുകയാണ്. ശർക്കര ഇവിടെ നമ്മൾ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ശർക്കര നമ്മൾ അടുത്തടുപ്പത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് നല്ല ചോറ് കട്ടിയുള്ള പാത്രം, ഒരു ചെറിയ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കണ്ടേ. അതിനു വേണ്ടി അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ടിട്ട് വറുത്ത് വരാം. ആദ്യം കൂടുതലുള്ളത് തേങ്ങാക്കൊത്താണ്. അത് ഇട്ട് കൊടുക്കാം. സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് അടുപ്പത്ത് വെച്ചത്. നമുക്ക് ഇടയ്ക്ക് ശർക്കരയൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. പായസത്തിനായതുകൊണ്ട് ഒത്തിരി പാനിയാക്കൊന്നും വേണ്ട, ഉരുക്കിയെടുത്താൽ മതിയല്ലോ. പായസം എടുക്കാനുള്ള പാത്രം തന്നെയാണ് അത് കൊണ്ടുവന്നാൽ പിന്നെ നെയ്യ് പറ്റിയാലും കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ആ പാത്രം തന്നെ ആദ്യം തന്നെ കഴുകി തുടച്ച് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറുത്ത തേങ്ങാക്കൊത്ത് കോരിയെടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്, കളറ് മാറി തുടങ്ങി. ഇനി പെട്ടെന്ന് കളറ് മാറും. തേങ്ങാക്കൊത്ത് കളറ് മാറി നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായി വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് കളർ മാറി തുടങ്ങി. മുന്തിരിങ്ങ ഇട്ടു, അതൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അത് കോരിയെടുക്കാം. ഇനി നമുക്ക് അല്പം കൂടെ ഒരു നെയ്യ് ഒഴിക്കാം. ഞാനിവിടെ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഓട്സ് കുറച്ചാണെങ്കിലും മതി. പിന്നെ ഓട്സ് നല്ല കാര്യമാണല്ലോ, അതുകൊണ്ട് ഞാൻ അല്പം കൂടുതൽ എടുക്കുകയാണ്. ഓട്സിൻ്റെ ഇരട്ടി പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് ഓട്സും 2 കപ്പ് പാലുമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ശർക്കര നന്നായിട്ട് അരിത്ത് വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് മതി, അല്ലെങ്കിൽ നമ്മുടെ അരിപ്പയ്ക്കകത്തോടെ അരിക്കുമ്പോൾ പാടായിരിക്കും. ഓട്സും പതുക്കെ
നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിക്കകത്തിട്ടൊന്ന് കറക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇത് വഴി ഉപയോഗിക്കാം. എന്തായാലും വെന്തോളും. ഞാനിപ്പോൾ ഇത് വഴി ഒഴിക്കുകയാണ്. ഇതിനകത്തേക്ക് നമുക്ക് ശർക്കരപ്പാനി അരിച്ചൊഴിക്കാം. കുറച്ചൊന്ന് കരടുണ്ടായിരുന്നു, അതിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കുറച്ചധികം നേരം ഒന്ന് ഇളക്കണം. തീ കുറച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ഈ ശർക്കരപ്പാനിക്കകത്ത് ഇത് വേഗം. ഇതാ ഞാൻ പറഞ്ഞ കട്ട് വേഗം എളുപ്പത്തിൽ നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇല്ലെങ്കിലും കുറച്ച് അധിക സമയം എടുക്കുന്നതെന്ന് വെന്തോളും. നമുക്കതൊന്ന് ഇളക്കി വേവിക്കാം. നമ്മുടെ ഓട്സ് കണ്ടോ കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. ഒരല്പം ട്രാൻസ്പെറൻ്റ് കുറച്ച് സമയം കൂടെ ഇനിയും ഇളക്കണം. ഇതിപ്പോൾ ഒരു 5-10 മിനിറ്റ് ആയി. എന്നിട്ടും വെള്ളം ഇളക്കിക്കൊണ്ടിരുന്ന് വെള്ളം കുറുകി വരുന്നുണ്ട്. പതുക്കെ വെന്ത് തുടങ്ങി. കുറച്ച് സമയം കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. കണ്ടോ കുറച്ചൊക്കെ ഒന്ന് വെന്തു, ചിലതൊക്കെ കളർ മാറിയിട്ടില്ല. എല്ലാം വെന്ത് വരട്ടെ, നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇളക്കി ഇതുകൊണ്ട് വെള്ളം പറ്റായി. ഇനി പിന്നെ ഇതിനകത്ത് തന്നെ ഇളക്കിയാൽ ചിലപ്പം ശർക്കര കരിയാനിടയുണ്ട്. അപ്പം നമുക്ക് കുറച്ച് പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാലാണെങ്കിൽ 1-ാം പാലും 2-ാം പാലും ഒക്കെ ഒഴിക്കുമല്ലോ. ഇതങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പാലൊഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരല്പം തിളച്ച വെള്ളം കൊടുക്കും. 2-ാം പാല് 3-ാം പാലൊക്കെ കുറവുള്ളതല്ലേ. അപ്പം കുറച്ച് വെള്ളം പാലിനകത്തേക്ക് തിളച്ച വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ലായിരുന്നു. ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി ബാക്കിയും കൂടെ ഒന്ന് വേകാനുള്ളത് വേവിച്ചെടുക്കാം. കുറച്ച് പായസത്തിൻ്റെ കളറൊക്കെ ഒന്ന് വന്നിട്ടുണ്ടല്ലേ. തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. നമ്മൾ വെള്ളം തിളച്ചാണെങ്കിലും പാല് തിളപ്പിച്ച് വെച്ചിട്ട് കുറച്ച് സമയം ആയില്ലായിരുന്നു. നമ്മുടെ ഓട്സ് പായസം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ നമ്മൾ അരിപ്പായസമായിരുന്നു വെക്കുന്നത്, അരിയും ചെറുപയറും ഒക്കെ. ഇപ്പം അരിയുടെ സ്ഥാനമൊക്കെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു, ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നതും ഇതുവരെ അരിയായിരുന്നു. ഇനിയിപ്പം അതിൻ്റെ സ്ഥാനം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് അരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ചോളമാണോ. പക്ഷെ അത് കൂടുതലും മൃഗങ്ങൾക്കൊക്കെയാണ് കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം മനുഷ്യർ കഴിക്കുന്ന ഏറ്റവും കൂടുതൽ അരിയാഹാരമാണ്. ഓട്സ് വെന്ത് വരുന്തോറും കുറുകി വരുക. നമുക്കൊരല്പം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട, പാല് മാത്രം ഒഴിച്ചാൽ മതി അല്ലേ. പായസം പോലെയൊക്കെ ആയി. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു അല്പം ഉപ്പ്. ഈ ഓട്സ് നമ്മൾ മിക്സിക്കകത്തിട്ട് പൊടിച്ചിട്ടിട്ടെങ്കിൽ ഇത്ര സമയം എടുക്കില്ലായിരുന്നു അതിന് മുമ്പിൽ. പക്ഷെ അതിന് കൂടുതൽ കുറുകി പോകുന്നവരും. അതല്ലെങ്കിൽ പിന്നെ
ഓട്സ് പൊടിച്ചിട്ട് ഏറ്റവും അവസാനം മേമ്പൊടി ഇട്ടിട്ടുണ്ട്. നല്ലപോലെ വേകണം കേട്ടോ, വെന്തില്ലെങ്കിൽ ഇത് കടിച്ചിരിക്കും. ജീരകമാണ് അല്പം കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇത് കാണിക്കാം. ഇത്രയും ജീരകമുണ്ട്, ഒരു 5-6 ഏലക്കായും. ഇത് നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. പഞ്ചസാരയും കൂടെ അല്പം ചേർത്തിട്ട് പൊടിക്കാം. ഇവിടെ പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു 2 പ്രാവശ്യത്തെ 2 പായസത്തിനുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചക്കയുടെയോ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ബാക്കി പാലും കൂടെ ചേർക്കാം. പായസത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി പയ്യെ തിളച്ച് തുടങ്ങുമ്പോൾ വാങ്ങാം. അതിന് മുമ്പ് നമുക്ക് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം, അല്ലെങ്കിൽ വാങ്ങിയിട്ട് ചേർത്താലും മതി. കണ്ടോ, നന്നായിട്ട് വെന്ത് അതിൻ്റെ കളറൊക്കെ, ഓട്സിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ വെന്തോന്ന് നമുക്കൊന്ന് നോക്കിയാൽ മതി. നമ്മൾ വറക്കാതെ ഇടുവാണെങ്കിൽ ഈ ഓട്സ് ഇതിനേക്കാൾ അലിഞ്ഞു പോകും. അപ്പോൾ പായസത്തിനകത്ത് പായസം ഒരു കുറുക്ക് പോലെയായി പോയില്ലേ, അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ നെയ്ക്കകത്തൊന്ന് വറുത്തത്. നമുക്ക് തിളപ്പിച്ച പാലായിരുന്നു, അതുകൊണ്ട് ഇനി തിളച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, എന്നാലും ഒന്ന് സെറ്റായിക്കോട്ടെ. തേങ്ങാപ്പാലില്ലാത്ത കാരണം നമ്മൾ ഇളക്കുന്നതിന് കുഴപ്പമില്ല. തേങ്ങാപ്പാലാണെങ്കിൽ നമ്മൾ തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം ഒന്നും ടേസ്റ്റ് മാറിപ്പോകാതെ പെട്ടെന്ന് വാങ്ങണം. ഇതിപ്പം പശുവും പാലായതുകൊണ്ട് നമുക്ക് ഇച്ചിരി നേരം ഇളക്കി നോക്കുന്നുണ്ട്, ടേസ്റ്റ് ഒന്നും മാറിപ്പോകില്ല. തിളച്ച് വന്നിട്ടുണ്ട്, ഉണ്ടാക്കും. തവി മാറ്റുമ്പോഴത്തേനും അരികെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് തീ ഓഫാക്കി നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം നേരത്തെ എടുത്തുകൊണ്ട് വെച്ചത്. ഈ നെയ്യിനകത്ത് നെയ്യിനി വേറൊരു പാത്രത്തിലേക്ക് വറുത്ത് കോരി വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പം വേണമെങ്കിൽ നമുക്ക് വേറൊരു ചീനച്ചട്ടി എടുത്ത് അതിനകത്ത് വറുത്തിട്ട് നെയ്യ് ഇതിനകത്തേക്ക് ഒഴിക്കാം.